ഹലോ. അപ്പം നമ്മൾ കുറച്ച് ദിവസമായാലേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പം നമ്മൾ ഇന്ന് അഴീക്കോട് ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ബീച്ച് ഫസ്റ്റ് നടക്കല്ലേ, അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് വെറുപ്പിച്ചു എന്നറിയാം. സൺഗ്ലോ ഒക്കെ ഉണ്ടാവും ഒരു ഇതിൽ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നോയതാണ്. ഓക്കെ, അപ്പം എൻ്റെ കൂടെ നിന്ന് തപ്പുണ്ട്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് അവിടെ എത്തിയിട്ട് ഉള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് കേട്ടോ അവസ്ഥ. നല്ല തിരക്കാണ്. കാറിനൊക്കെ വന്നവരൊക്കെ ഫുൾ അവിടെ സ്റ്റെക്കായിട്ട് കിടക്കാണ്. ബൈക്കുകാർ മാത്രമാണ് കേട്ടോ കയറി പോണത്. അത് മാത്രമല്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും മര്യാദയ്ക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ റൗണ്ട് അടിച്ചാണ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ അവിടെ ഇറങ്ങി തന്നെ. അത്രയും നല്ല ക്രൗഡായിരുന്നു. മുടി കെട്ടായിരുന്നല്ലേ? കെട്ടണോ? താനൊരിച്ചിട്ട് നിൽക്ക, എനിക്ക് തന്നെ എടുക്കാൻ പറ്റുന്നില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ടൈമാണ് കേട്ടോ ഇവിടെ കുറച്ചും കൂടെ ഭംഗി വരുന്നത്. ഈ കറങ്ങുന്ന ഊഞ്ഞാലും എല്ലാം മൊത്തത്തിൽ വഞ്ചിയും എല്ലാം ഫുൾ ലൈറ്റ് കൊണ്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഈ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നൈറ്റ് ടൈം തന്നെ ശരിക്കും വരണം കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം വന്ന് ബ്രേക്ക് ഡാൻസിന് ടിക്കറ്റ് എടുത്ത് കയറി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ താലപ്പൊലിക്കാവി പോയപ്പോൾ എങ്ങാണ്ട് ഇതിൽ കയറിക്കണം കേട്ടോ. അതിനുശേഷം ഇതിൽ കയറാനുള്ളൊരു ചാൻസ് എപ്പോഴും മിസ്സായി പോവാറുണ്ട്. അപ്പം ഫൈനലി നമ്മൾ ഇതിൽ കയറി ഞാൻ ഫുള്ള് സെറ്റപ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. ഉഷാറായിട്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഭാഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ബാക്കി അവർ നമ്മളെ വാഷിംഗ് മെഷീനിൽ തുണി കറക്കുന്ന പോലെ ഇട്ട് കറക്കി പിഴിഞ്ഞെടുത്തു കേട്ടോ. തപ്പുവാണെങ്കിൽ ഇതൊക്കെ എന്ത് പുല്ലെന്നുള്ള ഭാവത്തിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ക്യാമറ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ക്യാമറ ഏതോ ആകാശമാണെന്ന് തോന്നുന്നു എടുത്തുകൊണ്ടിരുന്നത്. ക്യാമറയിലൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല സ്പീഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ ഈ ഒരു ലക്കി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇതിൽ തപ്പുന്റെ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും കണ്ടിട്ട് എന്റെ പൊന്നെ ഞാൻ വിചാരിച്ച് ലോറി വിളിക്കണമെന്ന് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ. അമ്മാതിരി കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. രണ്ടെണ്ണത്തില് ഒരെണ്ണം വീട്ടിൽ കഴിഞ്ഞാല് നിനക്ക് ഓരോട് തരാം, അല്ലെങ്കിൽ ബാക്കി 5 ഞാൻ കേട്ടാ. ഞാൻ ആദ്യം ഒരെണ്ണം വീഴ്ത്തു നോക്കട്ടെ. പിന്നെ നമ്മളിത് ഇവിടുന്ന് ഒരു ക്രാബൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും പറയാനുള്ളതില്ല. എന്നാലും ഇങ്ങനത്തെ ഷോപ്പൊക്കെ കാണുമ്പോൾ ചെറിയൊരു ത്വരയാണല്ലോ. അങ്ങനെ നമ്മളിവിടുന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ നമ്മൾ നേരെ പോയത് കബഡി കാണാനാണ് കേട്ടോ. അവിടെ കബഡി നടക്കണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. തപ്പോന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനവിടെ കുറച്ച് നേരം വായൊക്കെ നോക്കി നിന്നു. തപ്പോ അവിടെ കബഡി കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കുറ്റിയടിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ പോയി കുറച്ച് സ്ലോ മോഷനൊക്കെ എടുത്തുട്ടാ. പക്ഷെ വീഡിയോ ഇതേപോലെയാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മുടിയാണെങ്കിൽ കുതിരവാല് പോലെ കിടക്കായിരുന്നു. എന്നാൽ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയാ, എല്ലാം സെറ്റാണെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അവിടെ നിന്ന് കുറെ കോപ്രായങ്ങൾ കാണിപ്പിച്ചു. അവസാനം വീഡിയോ നോക്കിയപ്പോൾ ഇതൊക്കെയാണ് എടുത്തു വെച്ചേക്കണേ. സ്ലോ മോഷനില് ഭയ്യ അങ്ങടെ ഇറങ്ങാം. പിന്നെ ആ വിഷമം തീർക്കാനായിട്ട് നമ്മൾ നേരെ സർബത്തൊക്കെ കുടിക്കാൻ പോയി. ഇവിടെ വെറൈറ്റി സർബത്തുകളുണ്ട്. കിളിപോയി സർബത്ത്, മരം ചുറ്റി സർബത്ത് ചീറിപ്പാഞ്ഞത്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വിട്ടാ. അപ്പോൾ ഇതായിരുന്നു എൻട്രൻസിൻ്റെ അവിടുത്തെ വ്യൂ. നമ്മൾ ഇടവഴി കയറിയോണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം രാത്രിയാണ്ട ശരിക്കും വൈബ് വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോണു. നമ്മൾ തിരിച്ചു പോകുമ്പോഴും പകുതി മുക്കാൽ പേര് ഇങ്ങോട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.